ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ്. ഓഫീസിന്റെ പാർട്ടിൽ യൂസ് സ്റ്റേറ്റ് വെച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ ഹോം ഡോട്ട് JSX എടുക്കുകയാണ്. നമുക്ക് ഈ ഹോമിനകത്ത് ഒരു ടൈം സെറ്റ് ചെയ്യാൻ, ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം അതിന് ഞാൻ ആദ്യം നമുക്ക് യൂസ് സ്റ്റേറ്റ് ഡിസൈൻ ചെയ്യണം. യൂസ് സ്റ്റേറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹുക്ക് വിളിക്കാം. യൂസ് സ്റ്റേറ്റ് ഓഫ് ന്യൂ ഡേറ്റ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു അറേയാണ്. ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്ന വാല്യൂ, ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എന്താണോ അത്. രണ്ടാമത്തെ അതിലോട്ട് എന്തെങ്കിലും വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വിളിക്കേണ്ട ഫംഗ്ഷനായ സെറ്റ് ഫംഗ്ഷനാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഡേറ്റിന് എടുത്തു കൊടുത്തു. Object is not valid as React child. ലൊക്കേൽ ഡേറ്റ് സ്ട്രിംഗ് ആയിട്ട് കൊടുത്തു. അപ്പം നമുക്കിവിടെ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് എന്താണോ ആ ഡേറ്റ് അവിടെ വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലൊക്കേൽ ഡേറ്റ് സ്ട്രിംഗ് വേണ്ട. ലൊക്കേൽ സ്ട്രിംഗ് ഉണ്ടോ നോക്കാം. ലൊക്കേൽ സ്ട്രിംഗ് നമുക്ക് ആ പർട്ടിക്കുലർ ടൈം കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ യൂസ് സ്റ്റേറ്റും യൂസ് എഫക്റ്റും എന്താണെന്ന് നോക്കാം. State variable that you let you add a state variable to the component. Componentലോട്ട് സ്റ്റേറ്റ് വേരിയബിൾ ആഡ് ചെയ്യുന്നതാണ് റിയാക്ട് ആണ് യൂസ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. Set the function let test something. Age constant age set age use state of 28 name set name use state of Taylor എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെറ്റ് നെയിം കണ്ടോ. സെറ്റ് നമുക്ക് പിന്നെ ഈ വാല്യൂ മാറ്റണമെന്നുണ്ടെങ്കിൽ സെറ്റ് നെയിം വെച്ചിട്ടായിരിക്കും നമ്മളത് മാറ്റുന്നത്. അതുപോലെ ടു ഡൂസ് കണ്ടോ. ടു ഡൂസിനകത്ത് സെറ്റ് യൂസ് സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു ക്രിയേറ്റ് ടു ഡൂസ്. സെറ്റ് ടു ഡൂസ് വെച്ചിട്ടായിരിക്കും നമ്മളത് മാറ്റുന്നത്. ഇതിനകത്തൊരു ഇനിഷ്യൽ സ്റ്റേറ്റ് വാല്യൂ യു വാണ്ട് സ്റ്റേറ്റ് ടു ബി ഇനിഷ്യലി എന്ത് വാല്യൂ ആണ് ആ സ്റ്റേറ്റിന് സെറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മളവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്തിൽ 28 കൊടുത്തിരിക്കുന്നത് പോലെ. എപ്പോഴും ഹുക്സ് എപ്പോഴും അതിന്റെ ടോപ്പ് ലെവലിലെ വിളിക്കാൻ പറ്റും. യു cannot call it inside loops or condition. If you need that, extract a new component and move the state into it. അതായത് ലൂപ്പിനകത്ത് നിങ്ങൾക്ക് അത് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ കമ്പോണന്റ് ഉണ്ടാക്കി ആ കമ്പോണന്റിനകത്ത് വിളിക്കാം. യു cannot call a hook directly inside a loop or condition. React would call your initializer. ഇപ്പോൾ സ്ട്രിക്ട് മോഡിലാണെങ്കിൽ ഇനിഷ്യലൈസർ ട്വൈസ് വിളിക്കും. സ്ട്രിക്ട് മോഡ് റിയാക്ട് ഡോട്ട് സ്ട്രിക്ട് മോഡിനകത്ത് നോക്കാം. സെറ്റ് നെയിം ഇസ് ഈക്വൽ ടു Taylor, സെറ്റ് ഏജ് ഇസ് ഈക്വൽ ടു ഏജ് പ്ലസ് 1. Next state, the value that you want the state to be. If it can be a value of any type, but there is a special behavior for functions. If you pass a function as next state, it will be treated as updated function. Age plus 1, age plus 1, age plus 1.
the updating the state on the previous value. However, after one click, age should be 43 rather than 45. This is because calling set function does not update the age state variable in already running code. The call becomes 43. To solve this, you may have to use a set age. Update a set age ഇങ്ങനെ വേണം നമ്മൾ നെക്സ്റ്റ് എ പ്ലസ് വണ്ണിന് വരെ എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മളല്ലാതെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ എഴുതിയേക്കുന്ന പോലെ ഏജ് പ്ലസ് വൺ ഏജ് പ്ലസ് വൺ ഏജ് പ്ലസ് വൺ വന്ന് ഒറ്റയടിക്ക് എന്ത് ചെയ്യും, ഏജ് 43 44 45 ആകും. അതേസമയം സെറ്റ് ഏജ് ഓഫ് എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 42 എന്ന് പറയുന്നത് 43 ആയിട്ട് മാറും. ഇതാ സെയിം ഏജിന്റെ 42 ആണ്. On click 45, 46, 48, 49 plus 1, 49, 50, 51, 52. ഒരു സിംഗിൾ ബട്ടൺ ഇൻക്രിമെന്റും പ്ലസ് 3 ഇൻക്രിമെന്റ് ഒറ്റയടിക്ക് വിളിക്കുമ്പോഴുള്ള വ്യത്യാസമാണ്. ഏകദേശം സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി വേറെ ഒരെണ്ണം കൂടെയുണ്ട്, യൂസ് എഫക്ട്. യൂസ് എഫക്റ്റിന്റെ തിയറിയും കൂടെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ എക്സാമ്പിളിലോട്ട് തിരിച്ചു പോകുന്നതാണ്. എക്സ്റ്റേണൽ സിസ്റ്റം ആയിട്ടുള്ള സിങ്കണൈസേഷൻ യൂസ് ചെയ്യുന്നതാണ് യൂസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് യൂസ് സ്റ്റേറ്റ് ഓഫ് സെർവേഴ്സ് യു ആർ എൽ സെറ്റ് സെർവർ യു ആർ എൽ ഉദ്ദേശിച്ചു. അപ്പൊ സെർവർ യു ആർ എൽ എപ്പോഴൊക്കെ മാറിയാലും നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തു നിന്നുള്ളത് കണക്ഷൻ കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയും വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ യൂസ് എഫക്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ബേസിക്കലി ഒരു ചേഞ്ചിനുള്ള റെസ്പോൺസ് ആയിട്ടായിരിക്കും ഇവിടെ സംഭവിക്കുക. ചാറ്റ് റൂമിനകത്ത് സെർവർ യു ആർ എൽ കൊടുത്തിട്ടുണ്ട്. സെർവർ യു ആർ എൽ കണക്ഷൻ ഇസ് ഈക്വൽ ടു സെർവർ യു ആർ എൽ റൂം ഐ ഡി. സെർവർ യു ആർ കണക്ഷൻ ഡോട്ട് കണക്ട് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ കണക്ഷൻ ഡോട്ട് ഡിസ്കണക്ട് സെർവർ യു ആർ എൽ റൂം ഐ ഡി. Setup function with effects logic. You set up your function may also optionally return a cleanup function. When your component is added to the DOM, React will run your setup function. After every re-render with chain dependencies, the React will run the cleanup function with the old values and then run the setup function with the new values. After the component is removed from the DOM, React will run the cleanup function. Optional dependency list of reactive values referenced inside the setup code. Reactive values include prop state, all the variables and function declared directly inside your component body. If your linter is configured for React, it will verify that every reactive value is correctly specified as dependency. ഏത് ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് യൂസ് എഫക്റ്റ് മാറേണ്ടതെന്നുള്ളതാണ്. അതുപോലെ യൂസ് എഫക്റ്റ് എപ്പോഴും ടോപ്പ് ലെവലിലേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതും ലൂപ്പും കണ്ടീഷൻസിനകത്ത് വിളിക്കാൻ പറ്റത്തില്ല. If you're not trying to synchronize with some external system, then you probably don't need an effect. Basically, ഇതിനകത്ത് ഈ അജാക്സ് പോലത്തെ കോൾസ് ഒക്കെ കൂടുതലും ഇവിടെ നോക്കി, ഇവിടെ കണക്ഷൻ ക്രിയേറ്റ് കണക്ഷൻ ടു ദ സെർവർ യു ആർ എൽ വരുന്നത് യൂസ് എഫക്റ്റിനകത്താണ്. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ഇതാണ്, അത് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ആണ്. ലിസ്റ്റിംഗ് ടു ഗ്ലോബൽ ബ്രൗസർ ഇവന്റ്.
The position set position handle move set position നകത്ത് x client x client y handle move ആ ഒരു പോയിന്റ് മൂവ് എന്ന് പറയുന്ന ഒരു ഈവൻ ലിസണർ ഉണ്ട്. ആ പോയിന്റ് മൂവ് ചെയ്യാൻ ലിസണർ വിളിക്കുന്ന ഹാൻഡിൽ മൂവ് ആയിരിക്കും. അവസാനം ഈ റിമൂവ് ലിസണറെ നമ്മൾ റിമൂവ് ചെയ്താണ്. ഇത് വരുന്ന യൂസ് എഫക്റ്റിനകത്താണ്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് വരാണ്. ഈ പ്രൊജക്റ്റിനകത്ത് എനിക്ക് ഈ വാല്യൂ കോൺസ്റ്റന്റ്ലി മാറിക്കൊണ്ടേയിരിക്കണം. അപ്പം അതിന് ഞാൻ വിചാരിച്ചത് ഒരു ടൈമർ ഫംഗ്ഷൻ സെറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ആഫ്റ്റർ വെയിറ്റിംഗ് ദ സ്പെസിഫൈഡ് നമ്പർ ഓഫ് മില്ലി സെക്കൻഡ്സ്. ഓരോ മില്ലി സെക്കൻഡ്സിനകത്തും ഇത് തിരിച്ചു വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയ അത് യൂസ് സ്റ്റേറ്റും യൂസ് എഫക്റ്റും വെച്ചിട്ട് ചെയ്യാം എന്നാണ്. New date is equal to new date local string. നിർദ്ദേശപോലെ കഴിഞ്ഞ ഒന്നും തന്നെ
ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ ആ സെറ്റിൻ്റെ വെള്ളത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ മാറുന്നുണ്ട്. പക്ഷെ ഇവിടെ യൂസ് എഫക്റ്റ് വേണോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ യൂസ് എഫക്റ്റ് ഇല്ലെങ്കിലും ഇത് വർക്കാവും. അതായത് ഞാനിപ്പം ഈ സെറ്റ് ടൈമർ ഔട്ടിനെ ഇവിടെ നിന്ന് എടുത്ത് കൊടുത്താലും അത് വർക്കാവും. ഇപ്പം യൂസ് എഫക്റ്റിനകത്ത് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ഡേറ്റ് 44 ഡേറ്റ് മാറുമ്പോഴെല്ലാം യൂസ് എഫക്ട്സിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നുണ്ട്? അലേർട്ട് വരുന്നുണ്ട്. സോ ഈ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അലേർട്ട് വിളിക്കുന്നത്. ഞാൻ ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എത്ര തവണ അലേർട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. എന്നാലും അലേർട്ട് ഉണ്ടാവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് നോക്കുന്നത് ഈ ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഡേറ്റ് എപ്പോഴൊക്കെ മാറുന്നുണ്ടോ അപ്പോഴൊക്കെ യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യും. അത് ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും ഒരു ഡേറ്റ് റിലേറ്റഡ് മോക്ക് APIs ഉണ്ടോ എന്ന് നോക്കട്ടെ. Date related mock APIs. ഇതൊരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മളെ ലിസ്റ്റ് ഓഫ് ടൈം വാരിയറ്റ്സ്, അതായത് വേൾഡ് ടൈം ഡോട്ട് ഏത് ടൈം സോൺ ആണ്, ടൈം സോൺസ് കോളൻ ഏരിയ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടൈം സോൺസ് യൂറോപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വരുമെന്ന് നോക്കാം. ഉള്ള സകല ടൈം ഏരിയാസും കിട്ടും. നമുക്ക് പെട്ടെന്ന് കോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല.